ഈ ഒരു ഓണത്തിന് മാക്സിമം ലോൺ അല്ലെ? മാക്സിമം ലോൺ. ഇവിടെയുള്ള എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1-2 വണ്ടി മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളത്. ഒക്കെ 50 കിലോമീറ്റർ അല്ലേ? 50,000 കിലോമീറ്ററിന്റെ ചോടുള്ള വണ്ടികളാണ് ഉള്ളത്. അപ്പൊ നോക്കിയാലോ ഡീറ്റെയിൽസ്. ഇത് ഏതാ ക്രെറ്റ അല്ല വെന്യൂ ഏതാ? വെന്യൂ കിടക്കുന്നത് 2020 മോഡലാണ്. എസ് വേരിയന്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസലോ പെട്രോളോ? പെട്രോൾ വേരിയന്റ്. പെട്രോൾ. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 59,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 5,75,000 രൂപ ഫൈനൽ കൊടുക്കാം. 5,75,000. അപ്പൊ നമുക്കൊരു എത്ര മാക്സിമം ലോൺ എന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപ ചോട ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സെലേരിയോ. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, സോറി. ഇത് വരുന്നത് 2021 മോഡൽ ZXi പ്ലസ് AGS. 2021 മോഡല്. ഇത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 490 നമുക്ക് ഫൈനൽ റേറ്റ് കൊടുക്കാം. എത്ര ഓട്ടോ ഓടിക്കുന്നത്? 59,000 കിലോമീറ്റർ. 4 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40,000 രൂപ വണ്ടി കൊണ്ട് നടക്കാം. അതെ അതെ. ഓക്കെ. ജീപ്പ് കോമ്പസ് 18 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ പെട്രോളോ? ഡീസൽ. ഇത് 89,000 കിലോമീറ്റർ ഓടിണ്ട്. നമുക്ക് 8.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 8.5 ലക്ഷം രൂപ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ചെക്കിംഗ് വാറന്റി കഴിഞ്ഞു എല്ലാം ചെക്ക് ചെയ്തിട്ട്. അത് കാർമൈക്കിന് 2 വർഷത്തെ വാറന്റി ഉണ്ട്. വാറന്റി മെസ്സേജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. 8.5 ലക്ഷം രൂപ. അപ്പൊ ഒരു 80,000 രൂപ വണ്ടി നടക്കാം. ഓക്കെ. എർട്ടിഗ സിംഗിളോ സെക്കൻഡോ? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസലോ പെട്രോളോ? ZXi പെട്രോൾ ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ വരുമ്പോഴേക്കും നമുക്ക് ഇത് ഇത്തിരി ഓടിയിട്ടുള്ള വണ്ടിയാണ്. 1.10 ഓടിയിട്ടുണ്ട് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഇതിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് റേറ്റ് വരുമ്പോഴേക്കും 8 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 8 ലക്ഷം രൂപ. അപ്പൊ ഒരു 80,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. അതെ. അത് 10%. അപ്പൊ 40,000 രൂപ മതിയില്ലേ? 5% ആണെങ്കിൽ 40,000 നമുക്ക് 95% നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഈ ഒരു എർട്ടിഗ മോഡൽ വരുന്നത്? ഇത് വരുന്നത് 2017 മോഡലാണ്. 16 മോഡൽ 17 രജിസ്ട്രേഷൻ. ഓൺഷിപ്പോ? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന്റെ ഒരു ബാക്കിലെ അല്ല ഈ ലെഫ്റ്റ് സൈഡിലെ ഡോർ മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്. 2016-17 രജിസ്ട്രേഷൻ. 16-17. ഓക്കെ. ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ഒരു 5,40,000 രൂപ കൊടുക്കാം. 5,40,000. അതെ. അപ്പൊ എന്തായാലും ഒരു 10-25,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. അതെ, ഇറക്കാം. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബൊലേറോ നിയോ ആണ് വരുന്നത്. 2021 വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ട്. 40,000 കിലോമീറ്റർ. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്കാ വണ്ടിയാണ്. ഇത് ലാസ്റ്റ് നമുക്ക് ഒരു 8.25 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 8.25. അപ്പൊ എന്തായാലും ഒരു 40-45 രൂപയുടെ വണ്ടി വരുന്നത്. XL6 XL6 വരുന്നത് 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടു. 32,000 സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ പെട്രോളോ? പെട്രോളാണ്. 2021 മാനുവൽ ആണ്. സീറ്റ എന്ന് പറയുന്ന വേരിയന്റ് ആണ് മാനുവൽ. ഇത് നമുക്ക് ലാസ്റ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപ. ഒരു 45,000 രൂപയുടെ വണ്ടി വരുന്നത്. അതെ. അതായത് 6 സീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ. 32,000 കിലോമീറ്റർ. മഹീന്ദ്ര XUV 300 2021 ഡീസൽ വേരിയന്റ് ആണ്. W8 ഓപ്ഷണൽ. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. റെഡ് കളർ. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി പക്കാണ്. ഇതിന്റെ ഫൈനൽ പ്രൈസ് വരുമ്പോഴേക്കും നമുക്ക് 7,75,000 രൂപ. 7,75,000 രൂപ. 2021 അല്ലേ പറഞ്ഞത്? 2021. അപ്പൊ 7,75,000 ആണെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 30-35 രൂപ വണ്ടി ഇറങ്ങി. ഓക്കെ. ക്രെറ്റ വരുന്നത്? ക്രെറ്റ വരുന്നത് 2017 മോഡല് പെട്രോൾ ആണ്. 2017 പെട്രോൾ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം 70,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് SX വേരിയന്റ് ആണ്. കിലോമീറ്റർ 70,000. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതില് ഒരു ഡിക്കി ഡോർ മാത്രം റീപ്ലേസ് ഉണ്ട്. ഡിക്കി ഡോർ മാത്രം. വേറെ മേജർ ആക്സിഡൻസോ കാര്യങ്ങളൊന്നും. ലാസ്റ്റ് പ്രൈസ് വരുമ്പോഴേക്കും ഇതിന് നമുക്ക് 6,40,000 രൂപ കൊടുക്കും. 6,40,000. അപ്പൊ എന്തായാലും 30,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. i20 വരുന്നത് 2017 മോഡലാണ്. ഡീസൽ പെട്രോളോ? ഇത് പെട്രോൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 79,000 കിലോമീറ്റർ ഓടിക്കണം. ഇത് നമുക്ക് ഫൈനൽ ഒരു 4,30,000 കൊടുക്കാം. 4,30,000. അപ്പൊ ഒരു 22,000 രൂപ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് ബലേനോ വരുന്നത് 2020 മോഡലാണ്. സീറ്റ വേരിയന്റ്. സിംഗിൾ ഓണർഷിപ്പ്. 50,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് നമുക്ക് വരുന്നത് ഈ റൈറ്റ് സൈഡിൽ ഡോർ മാത്രം. ഡ്രൈവർ സൈഡിൽ ഡോർ മാത്രം റീപ്ലേസ്മെന്റ് വരുന്നുണ്ട്. നമുക്ക് 6,30,000 രൂപ ഫൈനൽ കൊടുക്കാം. 30,000 രൂപയ്ക്ക്. ഓക്കെ. നെക്സ്റ്റ് കിയ സോണറ്റ് അല്ലേ? ഇത് കിയ സോണറ്റ് ഡീസൽ ആണ് വരുന്നത്. ഏതാ മോഡൽ? 2023 മോഡലാണ്. 23. ഓൺഷിപ്പോ?
സിംഗിൾ ഓണർഷിപ്പ് 6000 കിലോമീറ്റർ STX എന്ന് പറയുന്ന വേണ്ടി സൺറൂഫ് അലോയ്സ് ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്ന വേരിയന്റ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് ഒരു 10-25 ഫൈനൽ കൊടുക്കാം. 10-25 അപ്പൊ ഒരു 50,000 രൂപ വണ്ടി മഹീന്ദ്രയുടെ XUV 300 പെട്രോൾ ആണ്. പെട്രോൾ W8 വേരിയന്റ് തന്നെയാണ്. ഇത് വരുന്നത് 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇത് നമുക്ക് ഫൈനൽ വരുമ്പോഴേക്കും റേറ്റ് വരുന്നത് നമുക്ക് 6,25,000 രൂപ കൊടുക്കാം. 6,25,000 രൂപയ്ക്ക് സൺറൂഫ് അലോയ് വീൽസ് W8 ആണ്. അപ്പൊ എന്തായാലും മാക്സിമം കൊടുക്കുക. അതെ, ഓക്കെ. ഈ ഒരു ഓണായിട്ട് മഹീന്ദ്ര കാർ ബൈക്കിന്റെ സ്പെഷ്യൽ ഓഫർ എന്താ വരുന്നത്? മഹീന്ദ്ര കാർ ബൈക്ക് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എല്ലാ മാക്സിമം ലോൺ നമുക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ഇത്തിരി സിവിൽ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് മാക്സിമം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏകദേശം 145 ചെക്ക് പോയിന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികളെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. 2 വർഷം 145 അല്ല 140 ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ വാറന്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ഇയർ റോഡ് അസിസ്റ്റന്റ് ഉണ്ട്. മാക്സിമം ഓഫറിലാണ് കൊടുക്കുന്നത്. നമ്മളത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുണ്ടന്നൂർ എന്ന് പറയും. എറണാകുളം വൈറ്റില കഴിഞ്ഞിട്ട് കുണ്ടന്നൂർ. അവിടെ മരട് അതായത് കുണ്ടന്നൂരിൽ നിന്ന് നമ്മൾ തൃപ്പൂണിത്തറ പോകുന്ന റോഡില് ആകെ ഒരു 100 മീറ്റർ ഉള്ളു. അവിടെ ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് ഒരു 100 മീറ്റർ. ഓക്കെ. അപ്പൊ എന്തായാലും വണ്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ വണ്ടികളുള്ള ക്വാളിറ്റി വണ്ടികളാണ്. അത് നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് വിളിച്ചോട് മിസ്സാക്കണ്ട.